അല്ല, ഞാനെന്തിനെ പറ്റി വേദനിച്ച് മരിക്കണേ? ഞാനല്ല, ഓവളല്ലേ വേദനിക്കണ്ടേ? എന്തായാലും മരിക്കണം. ഈസി മരണം മതി. എലിയോഷം സെറ്റ്. സേഫായിട്ട് ചാവാനായിട്ട് ഇതിലും വലിയ വഴിയില്ല. നിന്നെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കില്ല ഡേവിഡ്. ഒരിക്കലും സമ്മതിക്കില്ല. This is an answer to you. നിനക്കുള്ള പണി വരുന്നുണ്ട് ഡേവിഡ്. ദിസ് ആൻ ആൻസർ ടു യു ഡേവിഡ്. ലൈഫ് ലോങ് ഓർക്കാനുള്ളൊരു ആൻസർ. I hate you, David. I hate you. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് കല്യാണം കഴിക്കാം. അതാവുമ്പോൾ ആരും പേടിക്കണ്ട, എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കാം. എനിക്കാണെങ്കിൽ നിന്നോട് എപ്പോഴും ഇരിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഡെസ്റ്റിനേഷൻ വെഡിങ്. നീയും ഞാനും, എൻ്റെ ചുറ്റും കുറേ ബ്രൈഡ്സ് മെയ്ഡ്സും. എടോ താൻ എന്തൊക്കെയാണ് ഈ പറയണത്? എന്താ? സോറി എടോ, ഞാൻ പറയാൻ മറന്നതാ. നെക്സ്റ്റ് മന്ത് എൻ്റെ എൻഗേജ്മെൻ്റ് ആടോ. വീട്ടുകാർ പെട്ടെന്ന് തീരുമാനിച്ചതാ. ആ കുട്ടി ഓസ്ട്രേലിയയിലാ. ഞാനും വിചാരിച്ച അവിടെ പോയി അങ്ങ് സെറ്റിൽ ആവാന്ന്. ഞാൻ എൻ്റെ എൻഗേജ്മെൻ്റ് കാർഡ് നിനക്ക് വാട്സപ്പിൽ അയച്ചുതരാം. നീ തലേന്ന് തന്നെ എത്തണം. യു ആർ ജസ്റ്റ് ജോക്കിംഗ് റൈറ്റ്? ജോക്ക് അല്ല, ജോക്കൊന്നല്ല. നിനക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും തമ്മിൽ ഒട്ടും ചേർന്ന് പോല. പിന്നെ നമ്മുടെ ഒരു വൈബും സെറ്റാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് യു ഡോണ്ട് വറി, നമുക്കിതുപോലെ തന്നെ ഇതേ എൻജോയ്മെൻറ്റിൽ അടുത്ത് ഫ്രണ്ട്സായിട്ടാണ് പോവാം. ബേബി, വൈ യു ആർ ലീവിങ് സോ സൂൺ? എടോ, നമുക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്ക് കൂടാം. അപ്പൊ തനിക്ക് ഓക്കെ അല്ലേ? അവന്മാര് വരാൻ തന്നെ എന്തായാലും നൈറ്റ് ആവും. എങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും പോ. Let's have some more fun, babe. നിനക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സോറി. ഞാൻ 8:05 കറക്റ്റ് റെഡി ആയിട്ട് ഇറങ്ങിയതാ. വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ അമ്മ മറ്റേ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന്. പിന്നെ അതൊക്കെ സംസാരിച്ചത് ലേറ്റ് ആയിപ്പോയി. കല്യാണത്തിന് ഇനി അധികം സമയമൊന്നുമില്ലല്ലോ. എന്താ കാണണമെന്ന് പറഞ്ഞേ? എടാ, I think our relationship is coming to an end. Let's just stop this. ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലോ ആണ്. എന്തായാലും കോമഡി വർക്കൗട്ട് ആയില്ല കേട്ടോ. അയ്യേ സിദ്ധു, I'm serious. ഹരിത, കല്യാണത്തിന് ആകെ 2 മാസമുള്ളൂ. താൻ ലാസ്റ്റ് മൊമെന്റിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറയണത്. എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല സിദ്ധു. ഹരിത, തനിക്ക് എൻ്റെ കാര്യമൊക്കെ അറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. നമുക്കിത് സംസാരിച്ച് തീർക്കാം. പ്ലീസ്, ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കരുത്.
ഞാൻ ചത്തില്ലേ ഡോക്ടർ? ചത്തിട്ടില്ലടോ, കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. ഇതൊക്കെ കഴിച്ചാൽ ചത്തുപോകും തന്നോട് ആരാ പറഞ്ഞു? ഞാൻ ഗൂഗിളിൽ കണ്ടതാ ഡോക്ടർ. ഇതിപ്പോഴത്തെ ട്രെൻഡായിരിക്കും. ശ്വാസം വലിച്ചു വിട്ടേ. ഈ സൂയിസൈഡിൻ്റെ സൈഡ് എഫക്റ്റ് പോലെ മരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സൂയിസൈഡിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പോലീസുകാർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. എടോ, ആകെ ഒരു ജീവിതമുള്ളൂ. ആ ജീവിതം നമ്മളെ ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കണം. കണ്ണു പറഞ്ഞേ, നാക്കൊന്ന് നീട്ടിക്കേ, നന്നായിട്ട് നീട്ടിക്കേ നാക്ക്. ഇപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നഴ്സുമാരോട് പറഞ്ഞാൽ മതി. ശരി ശരി. സാൻജോ ഹോസ്പിറ്റൽ എത്ര ഉണ്ടോ അവിടെ? സാറേ, ഇവിടെ 2 KMKയിലും JMTയിലും ഈ 2 വെച്ച് വേറെ ഉണ്ട്. എന്തുവാടത്? വല്ല സെലിബ്രേഷൻ മൂടാണോ? വാ വാ വാ. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഫയൽ എടുത്തില്ല. എന്തോന്ന്? അല്ല, ഈ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഫയൽ എടുക്കാൻ പറ്റും. അല്ല, താൻ PSC തന്നെയല്ലേ പോലീസായ? സ്ക്രാച്ച് ആമില്ലൊന്നുമല്ലോ. സാർ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വാടോ. ഓക്കെ സാർ. കുട്ടി 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 കരയില്ലേ? സാർ, സാറിനത് പറഞ്ഞാൽ മതി. അവനെന്നോട് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് സാറിന് അറിയോ? എന്തൊക്കെ ചെയ്തു? അവനൊരു 500 ബെസ്റ്റീസാ. ഓരോ ദിവസം ഓരോന്നായിട്ട് വരും. എല്ലാത്തിനും ഞാൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ അവന് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? എന്തൊക്കെ ചെയ്തു? അവന് തുണി അലക്കി കൊടുത്തിട്ടുണ്ട്, അവനിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുത്തു സാർ. എന്താ? ഞാൻ അവന്റെ ഷഡ്ഡി അലക്കി. ഒരു സൗള് എന്നെ വേണ്ടാന്ന് പറഞ്ഞു. മോനെ മോനെ എടാ മോനെ, ഒന്നല്ലെങ്കിൽ നീ ഒരു പ്രായപൂർത്തിയായ പുരുഷനല്ലേ? കരയണെന്തിനാ? സാറേ, ഞാൻ നാട്ടുകാരോട് എന്ത് പറയും? സാറിനറിയോ, ഞാൻ ഇല്ലാണ്ടായ അവളെ വിഷമിക്കും. എന്നിട്ട് അങ്ങനെ വിഷമിച്ച് അവളില്ലാണ്ടാവും. മോളെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങോട്ട് നോക്കി, നിങ്ങോട്ട് നോക്കി. ആ, കാം ഡൗൺ. സമാനായോ? ഞാൻ ഒരു കാര്യം സംസാരിച്ചോട്ടെ. നമ്മുടെ ജീവിതം ജീവിതം എന്ന് പറയുന്നത് അത് നമ്മളായിട്ട് അവസാനിപ്പിക്കാൻ പാടില്ല. മരണം എന്ന് പറയുന്നത് നമ്മളായിട്ട് അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരരുത്. നമ്മൾ തേടി വരണം മരണം. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ സാർ? ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ചത്ത നിന്റെ വീട്ടുകാർക്ക് നഷ്ടം അല്ലേടോ? പിന്നല്ലേ, വേറെ ആർക്കും പോവില്ല. നമ്മൾ എത്ര കേസ് കാണുക. ആണോ? ആ, ഒരു കൂടിപ്പോയാൽ നിന്റെ ഫോട്ടോക്കെ ഭിത്തി കയറി 2-3 മാസം ഒരു മെഴുതിരി ചന്ദനത്തിരി കത്തിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ വല്ല ചലന്തി കൂട് കൂട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ആത്മഹത്യ ചെയ്ത് നീ അവിടെ സങ്കടപ്പെട്ട് അവൾ അവിടെ സങ്കടപ്പെട്ട് ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ്. ഞാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. ഞാൻ എന്ത് ചെയ്യണം സാർ? പറ. പ്രതികാരം അത് നമുക്ക് വീട്ടാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ തേച്ചവനായാലും പറ്റിച്ചവനായാലും അവൻ്റെ പേരണ പറയണ്ട അവൻ നമ്മുടെ മുമ്പിലൂടെ വരുന്നു. നമ്മൾ തലയുയർത്തി അവൻ്റെ മുമ്പിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു ഐഡിയ പറയാം. ഞാനത് പറയുമ്പോൾ എന്നൊരു പോലീസുകാരനായിട്ട് കാണണ്ട. ഇല്ല, ഒരു കൂട്ടുകാരോ ഒരു ചേട്ടനോ അല്ല, അങ്ങനെ കേട്ട് കണ്ടാൽ മതി. അളിയൻ പറ. അളിയണൊന്നും വേണ്ട സാറ്. നാളെ മുതൽ ഇവിടുന്ന് ഇറങ്ങും മുതൽ നീ ഒരു പുതിയ മനുഷ്യനാവും. പുതിയൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കും. അവളെ അങ്ങ് വളയ്ക്കുക. എന്നിട്ട് അവളുടെ കൂടെ സോഷ്യൽ മീഡിയ മുഴുവൻ റീലും പോസ്റ്റും സ്റ്റോറിയും ഒക്കെ ഇട്ട് കാച്ചുക. അങ്ങ് വരലാക്കുക. ഇത് ലവള് കാണണം. ലവൾക്ക് കൊണ്ടോ നിനക്ക് സൂഹിച്ചോ? ആ, അങ്ങനെ വേണം പ്രതികാരം ചെയ്യാൻ. ഹാപ്പില്ലേ? ഹാപ്പില്ലേ? ഇനി മരണത്തെ പറ്റൊന്നും ചിന്തിക്കില്ലല്ലോ അല്ലേ? ഉറപ്പല്ലേ? സത്യം. എന്നാ ഞങ്ങളെന്നാ ഇറങ്ങിക്കോട്ടെ. ഓക്കെ. ഞാൻ തൽക്കാലം വീട്ടിലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയൊക്കെ ഉള്ളതല്ലേ? ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കരുത് കേട്ടോ.
മിടിക്കായിരിക്കണം. എന്നാ പോട്ടെ, കയ്യിൽ നിന്ന് വിടറാ തൊപ്പിയ. ഓക്കെ, ആ മതി താങ്ക് യു സാർ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കട്ടോ. വാടാ, ഇവൻ ലൂസാ. ഡി, നീ ഇങ്ങനെ ആരോടും മിണ്ടാതെ 24 മണിക്കൂർ റൂം അടച്ചിരുന്ന എങ്ങനെ ശരിയാവണേ? അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും ഒന്ന് ഇറങ്ങ്. നിനക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നീ വീട്ടിൽ വരെ പോയെന്ന് കറങ്ങിട്ട് വാ. അവളായിട്ട് ടച്ച് പോയതല്ലേ, അപ്പോൾ വീട്ടുകാർക്കും പ്രശ്നം കാണൂല. നീ ഇരുട്ട് മുറിക്കകത്ത് ഡിപ്രഷൻ അടിച്ച് എന്തോ കാണിക്കാനാ? നിനക്ക് ഞാനിവിടെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങോട്ടേലും ഇറങ്ങി പോയിക്കോളാം. അതെ, മഞ്ചൻ കഷ്ടപ്പെട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കഴിക്കി. നിന്നോട് പറയുമ്പോൾ ഞാനും ഡിപ്രഷൻ അടിച്ച് ഒരു 2 മണിക്കായിരിക്കും. അത് പറ്റൂ. ആഹാ, കട്ട് ചെയ്തു. ആഹാ, വിടത്തില്ല, ഒന്നുകൂടെ വിളിക്കാം. ഹലോ, ആരാ? ഹലോ മാം, ദിസ് ഈസ് ഫ്രം അരികിലൊരാൾ, ദ കംപ്ലീറ്റ് ഡേറ്റിംഗ് ആപ്പ്. മാം, സൽഗുണാണേ. മാമിന് ആരെങ്കിലും അരികിൽ വേണമെന്ന് തോന്നിയിട്ടില്ലേ? എനിക്ക് അരികിലാരും വേണ്ട. എനിക്ക് അരികിലാരും വേണം. തന്നോട് ആരാ പറഞ്ഞേ? മാം, അങ്ങനെ പറയരുത്. നമുക്ക് ആരെങ്കിലും ഒരാൾ നമ്മുടെ അരികിലുള്ളത് എപ്പോഴും നല്ലത്. ഈ ഭൂമിയിൽ 2 പേര് ചേരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ദിവ്യമായ വികാരമാണ് പ്രണയം. ഇനിയിപ്പോൾ സാറിന് അങ്ങനെയും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാർ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. സാർ ഇപ്പോൾ ഒരു ഡിപ്രഷനിലാണ്. സാറിൻ്റെ അരികിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ സാറിന് ആ ഡിപ്രഷനെ ഒരു എക്സ്പ്രഷനാക്കി മാറ്റത്തില്ലേ? ചേട്ടാ, ഞാനതൊക്കെ എപ്പോഴേ തീരുമാനിച്ചതാ. എൻ്റെ ലൈഫിൽ ഇനി ഒരു പ്രണയവും ഇല്ല, കല്യാണവും ഇല്ല. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ലിവിങ് ടുഗദർ. അതാകുമ്പം നോ ഇമോഷൻസ്, നോ ഫീലിങ്സ്, നോ കമ്മിറ്റ്മെന്റ്സ്. ഇനി അതിൻ്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ ലൈഫിൽ ഞാൻ വാങ്ങിച്ചു കൂട്ടാനുള്ള എൻ്റെ മാക്സിമം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി എനിക്കൊന്നും വേണ്ട, പ്ലീസ്. എടോ, ഇനി എനിക്ക് പ്രണയമില്ല, പെണ്ണുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല, അറിയോ? താഴ്ന്നു വെച്ചോട്ട് പോയേ. കൊള്ളാം, ഇത് നിനക്ക് പറ്റിയ സാധനം. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് ഒന്നും അല്ല, ലവ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എൻ്റെ അവസാനത്തെ മാർക്കറ്റിംഗ് തന്ത്രം കൂടെ എടുക്കണം. ശാലിനി ആ ദിവക്ക് തന്നെ ഇരിക്കട്ടെ. അതാരാ? ഇയാളെന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? ജീവിതം തന്നെ പോയിരിക്കുക ചേട്ടാ, പിന്നെ എന്ത് ഡേറ്റിംഗ് ആപ്പ്? എന്നോടും പറഞ്ഞാണല്ലോ പെണ്ണു പുറകൊന്നും വേണ്ടെന്ന്. ഹലോ, ദിസ് ഈസ് യുവർ ആദി. അതെ, ലിവിങ് ടുഗെദർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുച്ഛമായിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് കമ്മിറ്റ്മെൻറ്റോടുകൂടി നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, എന്നിട്ട് ഇപ്പോൾ അവർ കൂടെ ഉണ്ടോ? അവർ നിങ്ങൾക്കിടയിൽ ഒരു ഓർമ്മകൾ മാത്രമായി കഴിഞ്ഞു. ഇനി ഒരിക്കലും തിരികെ വരാത്ത കുറച്ച് ഓർമ്മകൾ. യഥാർത്ഥ പ്രണയത്തിൻ്റെ അവസാനം എപ്പോഴും ഏകാന്തമാണ്. പോയവർ ഒരിക്കലും തിരികെ വരാൻ പോണില്ല. തിരികെ അവരിലേക്ക് പോകാനും ശ്രമിക്കാതിരിക്കുക. ആ ഓർമ്മകളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. Use your brain and work out the reality.
അതെ, എന്താ കാര്യം എന്ന് പറ. എടി, ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എന്തിനാ വല്ലവനും വേണ്ടി എൻ്റെ ജീവിതം ഇങ്ങനെ പാഴാക്കുന്നത്? ഞാൻ അവനെ അസൂയപ്പെടുത്തി എന്നെ ജീവിക്കും. അത് കൊണ്ട് അവൻ അലറി അലറിക്കരയണം. നല്ല തീരുമാനം. എടി കഴുത, ഇതല്ല ഞാൻ ഇത്ര നാളുകൊണ്ട് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പക്ഷേ എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താ? ഞാനൊരു ഡേറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അടിപൊളി. മോക്ക് കിട്ടിയതൊന്നും മതിയായില്ലല്ലേ? നീ എന്താ എന്തെങ്കിലും പറയുമ്പോഴേക്ക് നെഗാവുന്നേ? സംഭവം അങ്ങനെയല്ല എടി. എനിക്ക് നോ കമ്മിറ്റ്മെന്റ്സ്, നോ പ്രേമം, നോ കല്യാണം, ഓൺലി ലിവിങ് ടുഗദർ. അയ്യോ, ഇപ്പോഴാണ് നീ എന്റെ വൈബ് എത്തിയത്. എന്നിട്ട് എന്തായി? വല്ലതും നടന്നോ? ഞാനിപ്പോ ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ. മാച്ച് ആയോ വല്ലതും? കണ്ടുപിടിക്കാം. അതിനെന്താ, വാ നമുക്ക് നോക്കാം. വാ. ഇത് കൊള്ളൂല. അതെ, എനിക്ക് ഒളിച്ചോടാൻ വേണ്ടിട്ടൊന്നുമല്ല, ഒന്ന് ലിവിങ് ടുഗദർ ചെയ്യാൻ വേണ്ടിട്ടാ. നീ ഒന്നും ഉണ്ടായിരിക്കും, ഞാൻ നോക്കിത്തരാം. ഇതെന്താ അപ്പടി ഇത് എവിടെ കിട്ടിയത്? എനിക്ക് ഊള ആപ്പ്. കുറെ ആണുങ്ങളുടെ ഫോട്ടോ ഉണ്ട്, ഒരെണ്ണം കൊള്ളൂല. കൊള്ളാലേ? മാച്ച് ചെയ്ത് നോക്കാം. മാച്ചില്ലേ എന്തിനാ പെട്ടെന്ന് ചെയ്യണേ? എന്താ വേണ്ടി നിനക്ക്? വേണം, കുറച്ച് സമയം എടുത്ത് ചെയ്താൽ മതി. എടി, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും അധികം സമയം കൊടുക്കരുത്, അപ്പൊ തന്നെ ചെയ്തോളാം. ഞാൻ എന്തായാലും മെസ്സേജ് ചെയ്ത് നോക്കാം. അയ്യോ, നിക്ക്, നീ ധൃതി പിടിക്കല്ലേ, വെയിറ്റ് ചെയ്യ്, കുറച്ച് സമയം എടുക്കാം. എന്തിനാ സമയം എടുക്കുന്നേ? ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്യാം. ഓൺലൈൻ ഉണ്ടായിട്ട് മെസ്സേജിന് ഇപ്പോഴും എന്താ പറയാത്ത? കോൾ ചെയ്യാൻ പറ്റും, അതുകൂടി നോക്കാം. എടാ, എൻ്റെ ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ഉണ്ട്. ഈ തിയേറ്ററിൽ കിടന്ന അലമ്പുണ്ടെന്ന കുരുപ്പുകളില്ലേ, നമ്മൾ അവരെ പേരൻസിൻ്റെ എടുത്ത് പുറത്തു കൊണ്ടുവരും. പിന്നെ വല്ല പാലോ പപ്സോ മുട്ടായിയോ ഇതിനും കൊടുത്തങ്ങ് സമാധാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ അവരെ അങ്ങ് ടേക്ക് കെയർ ചെയ്യും. ആ മുളകൊടി ഇങ്ങടുത്തേ. ആ മല്ലിപ്പൊടി ഇങ്ങടുത്തേ. ആ മസാലപ്പൊടി ഇങ്ങടുത്തേ. എന്തുവാടി ഇത്? സോറി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ചാറ്റ് ചെയ്യാം. എന്താണ്, പുതിയ മാച്ചിങ് എങ്ങാനാണോ? നിനക്ക് ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു സിദ്ധാർത്ഥ്, അവൻ തന്നെയാ. ഓ ഓ ഓ, എന്നിട്ട് എന്താ, വളയോ? വളയോന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ കളയും. എന്നിട്ട് നമ്മുടെ ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആപ്പിനി വരണം. മൂത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ നോക്കിക്കോളാം. ഉണ്ണിമൂത്രം പുണ്യാഹമാണല്ലോ. എടാ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? പിന്നെ പറഞ്ഞോ. ഇനി വല്ല ട്രൂ ലവങ്ങാനും ആണോടെ? നിനക്കങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനെ വല്ല സംഭവിക്കണമെങ്കിലേ ശാലിനി ചാവണം. എന്തോന്നും പറയാത്തെ? താൻ സ്റ്റാർട്ട് ചെയ്. എടോ, താനോട് ഫ്ലോട്ട് ചെയ്യായിരുന്നോ? അല്ല, അന്നങ്ങനെ ചോദിച്ചു. അല്ല, തൻ്റെ ചാറ്റൊക്കെ കണ്ടാ അങ്ങനെ തോന്നും. ഇല്ല, ഫോട്ടോ കണ്ട് ഒരു ക്രഷൊക്കെ തോന്നിയെന്നല്ലാണ്ട് വേറൊന്നുമില്ല. ഓ, ഓക്കെ.
തനിക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല 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 അപ്പോൾ ഇപ്പോൾ ഉണ്ടോ? ഇല്ല, ഫസ്റ്റ് ഇതാ. ഓ ഓക്കെ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം. എനിക്ക് ഈ കല്യാണം, റിലേഷൻഷിപ്പ് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. ഇനി തൻ്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിത് ഇപ്പം തന്നെ നിർത്താം. നമ്മളിപ്പം ജസ്റ്റ് കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് വർക്കാവുമെങ്കിൽ ആലോചിച്ചാൽ പോരെ? ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഓക്കെ. എടോ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലേറ്റായി. ഞാൻ പൊക്കോട്ടെ? പോണം. ഇതിൻ്റെ ബില്ല് അത് ഞാൻ കൊടുത്തോളാം. ശരി. പോണല്ലേ? മര്യാദക ലിവിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. പറയായിരുന്നോ? വന്ന് ഊബർ കാശെങ്കിലും മുതലാക്കായിരുന്നു. പറഞ്ഞില്ലെങ്കിൽ ഇനി റിഗ്രറ്റ് അടിക്കുമോ? പറയാം. എടോ, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നറിയോ? എനിക്ക് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഡിപ്രഷനിലായിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വേണ്ടേ. തന്നെ കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് അതിന് ആപ്റ്റാന്ന് തോന്നി. അതാ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഫ്രണ്ട്സ് ആയല്ലോ, അപ്പോൾ തനിക്ക് എന്നോട് എന്തുകൊണ്ടും തുറന്നു പറയാം. ഓ, ഫ്രണ്ട്സ് ഓക്കെ. ഈ ഫ്രണ്ട്സിനെക്കാട്ടിലും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട്. മനസ്സിലായോ? അല്ലേ പറഞ്ഞ ലവും മാരേജൊന്നും വേണ്ടെന്ന്. അതിൽ കൂടുതൽ ഇപ്പം എന്ത് ക്ലോസ്? ഓ, ഈ പൊട്ടനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ ഉദ്ദേശിച്ചെന്താണെന്നറിയോ? എന്താ? ഈ ലിവിങ് ടുഗെദർ. ഓ, ലിവിങ് ടുഗെദർ. സോറി, തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാനും തന്നെ പോലൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നേ. ഈ ഡിപ്രഷനൊക്കെ അടിച്ച് പണ്ടാരടങ്ങിയിരുന്നപ്പോഴാണ് ഏതൊരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് അവരെ കസ്റ്റമർ കെയറൊക്കെ വിളിച്ച് ഈ ലിവിങ് ടുഗെദർ എന്നൊക്കെ ഉള്ള ഐഡിയ എന്നോട് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ അത് വർക്കാവും തോന്നി. ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും താനാദ്യമേ ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കളിയാണ് പോയി. ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ലിവിങ് ടുഗെദർ. ഓക്കെ. പക്ഷേ ഒരു കണ്ടീഷൻ. നോ കമ്മിറ്റ്മെന്റ്സ്. ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പിന്നെ എൻ്റെ ലൈഫ് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ ബോർഡർ കടന്ന് താൻ ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ഉറപ്പാണോ? ഓക്കെ, എന്നാൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. പെട്ടെന്ന് പറയുമല്ലേ? ചേട്ടാ, ഇപ്പൊ തനിക്കായി എത്ര അത്യാവശ്യം? ഞാൻ പറയാം, വിളിക്കാം. വിളിക്കാരിക്കുമല്ലേ? വിളിക്കാടോ. ഓക്കെ. എന്നാ ഞാൻ പോട്ടെ. ഓക്കെ. ഓക്കെ, നൈസ് മീറ്റിംഗ് യു. ഓക്കെ. അപ്പോൾ ശരി, ഇതിൻ്റെ ബില്ല് ഞാൻ അവിടെ കൊടുത്തോളാം. ഓക്കെ, ബൈ. ബൈ. യെസ് യെസ്, സെറ്റ്. അപ്പോൾ ഇതൊക്കെയല്ലേ ഈ ലിവിങ് ടുഗെദറിൻ്റെ മാജിക് മൊമെന്റ്സ്. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. കാക്കകൾ കുതിക്കുന്നില്ല.
പറഞ്ഞേക്കാട്ടിലും 5 മിനിറ്റ് മുമ്പ് എത്തിയല്ലോ. ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ്. പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ, ഹസ്ബൻഡ് വൈഫ് ഫാമിലി, വേറൊന്നും അവിടെ പോയി പറയരുത്, ബബബ അടിക്കരുത്. ഓക്കെ പോവാം. പോവാം, കയറുക. ഇതാർക്കാ? തനിക്ക്. ഞാൻ മേക്കപ്പ് ഇട്ട ഹെൽമെറ്റ് ഒന്നും വെക്കൂല. ഹലോ, എൻ്റെ ഒപ്പം ബൈക്കിന് വന്നോന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചിരിക്കും. ഉറപ്പാ? ആ, ഉറപ്പ്. എന്നാലേ ഞാൻ വല്ല ഓട്ടം പിടിച്ച് വന്നോളാം. ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പറ്റൂല്ലെങ്കിൽ ഇപ്പൊ പറ, ഈ പ്ലാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഓരോരോ ശല്യങ്ങള്. വേണമെങ്കിൽ ഇത് വെച്ചോട്ടെ, ഇത് കുറച്ച് ഫ്രീക്കാ. വേണ്ട, എന്റെ മേക്കപ്പ് എങ്ങാനും പോയാണ്ടല്ലോ. ആ റൂം എനിക്കിഷ്ടായി. അതെന്റെ റൂം. ഇത് വേണമെങ്കിൽ നിന്റെ റൂം ആക്കിക്കോ. അല്ല, നമുക്ക് ഒരുമിച്ച് നിന്നാ പോരെ? അയ്യടാ, അതൊന്നും വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് നിന്നാ മതി. അപ്പൊ ഈ അയൽവാസികളായിട്ട് ജീവിക്കണേനാണ് ഈ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത്? പതുക്കെ പറ, അയാൾ കേൾക്കും. എന്തോ നീ വന്നേ, അവിടെ വരെ പോയിട്ട് വരാം. ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടോ? ആ, കുഴപ്പമില്ല, പക്ഷെ റെന്റ് ഇച്ചിരി കൂടുതലാ. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? എന്താ അങ്ങനെ ചോദിക്കണേ? അല്ല, 2 മുറി എന്ന് പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ? അതെ അതെ അതെ. എന്നാലും അത് ശരിയല്ലല്ലോ. 2 മുറി 2 കട്ടില് ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ. അത് ചേട്ടാ, ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തട്ടലും മുട്ടലുകളൊക്കെ ആയിട്ട് എങ്ങനെ? അല്ല, ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുമ്പോഴേ പല പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ അങ്ങനെ അതെ അതെ, ഇത്തരം സന്ദർഭങ്ങളിൽ ഞാനും വരാന്തയില്ല. ഇപ്പോഴെങ്ങനെ ഇത് ഉറപ്പിക്കണോ? ഉറപ്പിക്കുക. പക്ഷെ മറ്റേ റെന്റിന്റെ കാര്യം വിട്. പക്ഷെ ഫ്ലാറ്റ് കൃത്യമായിട്ട് നന്നായിട്ട് സൂക്ഷിക്കണം. ഓണർ കുര്യച്ചൻ്റെ വൈഫിന്റെ മെമ്മറീസ് ഉള്ള ഫ്ലാറ്റാ. എന്താ അവരിവിടെ കിടന്നാണ് മരിച്ചേ? അങ്ങനില്ല, അതും കാനഡയില്. പിന്നെ ഈ വെക്കേഷനിൽ അവരുടെ ഒന്ന് താമസിക്കുമായിരുന്നു. ഇങ്ങനെ താമസിക്കുന്ന സമയത്തുള്ള കുഞ്ഞു കുഞ്ഞ് മെമ്മറീസ്. അതെ, മെമ്മറിയൊക്കെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് മാത്രമാ ഫാമിലിക്ക് കൊടുക്കുന്നേ. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അലമ്പ് കാണിച്ചാ അങ്ങേര് വന്ന് കൊന്നിട്ടങ്ങ് പോകും. അപ്പോൾ എങ്ങനെ, ഉറപ്പിക്കല്ലേ? ഓർപ്പിക്കാം. വെറുതെ അല്ല മോക്കിത്ര ഇളക്കം. എന്നിട്ട് എന്തായി? എന്താവാൻ, ഒരു ഫ്ലാറ്റ് കിട്ടി, സെറ്റായി. അല്ല, ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ തീരുമാനം? കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എന്താ നീയല്ലേ പറഞ്ഞ ലിവിംഗ് ടുഗദർ ഭയങ്കര സൂപ്പറാന്ന്? ഞാനിവിടെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അത് പിന്നെ ഞാൻ വിചാരിച്ചു നീ ഇത്ര പെട്ടെന്ന് തീരുമാനമൊക്കെ എടുക്കുമെന്നു. ഞാൻ വിചാരിക്കുന്നത് ഒന്നും കൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ ബെറ്റർ? ചാവാൻ നിന്നാ ഞാൻ ഇനി എന്താലോചിക്കാനാ? ഒന്നും ആലോചിക്കാല്ല. അതുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൈഫിലൊരു അനുഭവം നന്നായിട്ടുണ്ടല്ലോ. ഇനിയൊരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കില്ലേ ബെറ്റർ? മനസ്സിലാക്കിയിട്ടിപ്പോ മല മറിച്ചല്ലോ. ആ ഡേവിഡിനെ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ, അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും, പട്ടി. അതൊക്കെ പോട്ടെ, എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുന്നേ? നാളെ. എടാ, നാളെയോ? അതെ. അതെന്തൊരു പോക്കോടാ. എൻ്റെ പൊന്നാളിയാ, ഒന്ന് ആലോചിക്കാനോ ക്ഷമിക്കാനുള്ള സമയം എനിക്കില്ല. ഐ എം റിയലി സോറി. എടാ, ലൈഫിൽ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ 100 അല്ല 1000 തവണയെങ്കിലും ആലോചിക്കണം. ഡേയ്, ഒരുത്തി കാരണം ഇവിടെ കിടന്ന് മോങ്ങിയതില്ലയോ? അതുകൊണ്ട് നമുക്ക് 2 പേർ കൂടെ ഒന്ന് ആലോചിച്ച് പതിയെ പോയാൽ പോരെ? വേണ്ട. എൻ്റെ പൊന്നാളിയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ചെടുത്ത തീരുമാനം എന്താണെന്ന് അറിയും? എൻ്റെ കല്യാണം. എന്നിട്ട് അതെന്തായി? മൂഞ്ചി ആണോ? അപ്പോൾ അതിലും വലുതൊന്നും എനിക്കിനി വരാനില്ല. ഇനി എൻ്റെ ജീവിതത്തിലെ എയിം എന്താണെന്നറിയോ? എന്നെ ഈ അവസ്ഥയിലാക്കി മറ്റേ ലവളില്ലേ, ലവളുടെ കല്യാണത്തിന് മുന്നേ എനിക്ക് അവളൊന്ന് ഞെട്ടിക്കണം. അങ്ങനെ ചുമ്മാ ചീളി ഞെട്ടിക്കലൊന്നുമല്ല, നല്ലൊരു അടാറ് ഞെട്ടിക്കൽ. അപ്പം നീ പോവാന്ന് തന്നെ ഉറപ്പിച്ച്? എടാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോടാ. നീ നോക്കിയോ, നാളത്തെ പ്രഭാതം അത് സിദ്ധാർത്ഥൻ്റെ ആയിരിക്കും. നീ കൈയാണിച്ച്
നീ ഇതൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കും. ഓക്കെ മൈ ബോയ്. അവന് വീണ്ടും പെണ്ണ് സെറ്റായി. സ്പ്രേ ഞാൻ ഈ ഒറ്റ കൊടുക്കണമല്ലോ. അയ്യോ ഹലോ. ഹലോ എടി, നീ സിദ്ധാർത്ഥന്റെ സ്റ്റോറി കണ്ടായിരുന്നോ? ആ ഇല്ല, എന്തേ? നീ കയറി നോക്ക്. നീ എന്തായാലും അത് ഒഴിവാക്കിയത് നന്നായി കേട്ടോ. ആ എടാ ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാവേ. നമ്മുടെ കല്യാണത്തിനെ അച്ഛൻ കാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കാറാ ചേട്ടാ വേണ്ടത്? ഇതാരാ ഫോട്ടോ ചേട്ടാ? ഇതെൻ്റെ ഒരു ഫ്രണ്ടാ. നല്ല ക്യൂട്ട് കപ്പിൾസ് അല്ലേ? ഇതാണോ ക്യൂട്ട് കപ്പിൾസ്? ബ്ലഡി ക്യൂട്ട്. നമുക്കേ ഇനി എൻഗേജ്മെൻറ്റോ ഫങ്ഷൻസ് ഒന്നും വേണ്ട. ലെറ്റ്സ് മൂവ് ടു ഡയറക്റ്റ് മാരേജ്. ഞാൻ വീട്ടിൽ വിളിച്ച് സെറ്റ് ചെയ്തു. ശരിക്കും? ഒരു പണിപാളി പോലെ തോന്നുന്നുണ്ടോ? ആ ഞാനിവിടെ എത്തിയായിരുന്നു കേട്ടോ. ആ നീ സ്റ്റോറി ഇട്ട നാട്ടുകാരെ അറിയിച്ചില്ലയോ? ആ കൂടെ ഞാനും അറിഞ്ഞായിരുന്നു. ആ കണ്ടല്ലേ. പിന്നെ അളിയാ, ഞാനൊരു ആവേശത്തിന് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചെന്നുള്ളൂ. എനിക്കിവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. എടി ഇതിലിപ്പം ഞാനെന്ത് പറയാനാ? അതൊക്കെ, പക്ഷെ ഇത്ര പെട്ടെന്ന് അറിഞ്ഞ ഒരാളല്ലേ, അതിൻ്റെ ഒരു പേടി. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ അങ്ങോട്ട് പോയത്? പിന്നെന്താ? എടി അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കിത്ര കുറച്ചല്ലേ അറിയുള്ളൂ. അതിൻ്റെ ഒരു ടെൻഷൻ. ഓഹോ, അതിനിപ്പോൾ ഞാനെന്ത് വേണം? എനിക്കിവിടെ പറ്റുമെന്ന് തോന്നലടാ. ഞാൻ നിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരട്ടെ? സോറി അളിയാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായതാണ്. അതുകൊണ്ട് ഞാൻ പുതിയൊരാളെ സെറ്റാക്കിയിട്ടുണ്ട്. നീ എന്താളും ഇങ്ങനെയൊക്കെ പറയണേ? ഇനി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നീ ലിവിങ് ടുഗദറൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ നിനക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? എന്ത് സ്റ്റെപ്പ്? നീയല്ലേ പറഞ്ഞ ആരുടെ കൂടെ ലിവിങ് ടുഗദറൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്? ഓഹോ, എന്നെ പറ്റിച്ചാണല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയിലും പറഞ്ഞു. ഒരു ഐഡിയ ഇല്ലയ്യാ. ഇതുവരെ നീ ഒറ്റയ്ക്ക് എത്തിയില്ലയോ? ഇനി അങ്ങോട്ടും നീ ഒറ്റയ്ക്ക് ആലോചന ചെയ്താൽ മതി. ആ ബെസ്റ്റ് ആളെ വിളിച്ചത്. നമ്മളെന്തായാലും ലിവിങ് ടുഗദറൊക്കെ തുടങ്ങാൻ പോവല്ലേ? ഐശ്വര്യമായിട്ട് പാല് വെച്ച് തുടങ്ങിയാലോ? ആവോ ആവോ. ഇങ്ങനെ ആടാ, ഞാൻ ശനിയാഴ്ച വരുന്നുണ്ടാവില്ല കേട്ടോ. ഈ പാല് തിളക്കാൻ എന്തായിരിക്കും ഇത്ര ടൈം എടുക്കണേ? പാലായതുകൊണ്ടാവും. എന്തത്? അയ്യോ, ഒന്ന് മാറോ, ഒരു മിനിറ്റ്. നല്ല കോമഡി ആയിരുന്നല്ലോ, ചിരിക്കാൻ പറ്റുക. ഒന്നുകൂടി മാറോ. ആ ഓക്കെ. എവിടെയാണോ എന്താ നോക്കണേ? സ്പൂണ്. ആ കിട്ടി കിട്ടി കിട്ടി. എന്താല്ലേ, എവിടെയാ കിടന്നിരുന്നത് നമ്മൾ? എത്ര പെട്ടെന്ന് ഒന്നേ. ഇന്ന് പാല് വാങ്ങിയത് ഞാനാണ്, നാളെ നീ വാങ്ങണം. വാങ്ങാം. ഇതൊന്നും നോക്കണേ, ഇപ്പൊ വരാം. എന്തിപ്പോ ചെയ്യാ? ഐഡിയ. പഞ്ചസാര. ഓക്കെ, പഞ്ചസാര.
എന്തൊരു ഒരു കൂടി കൂടി. തന്നോട് ആരാ പാല് പഞ്ചസാര ഇടാൻ പറഞ്ഞേ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ടൈമിങ്ങിൽ ചെയ്യണം, എന്നാലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. എന്താ ശാലു? അമ്മേ, എടാ എടാ എനിക്ക് പാല് പഞ്ചസാര ഇടുന്ന ഇഷ്ടല്ല. നീ തന്നെ കുടിച്ചോ. ആരിത്? നീ പോയതല്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ. എങ്ങോട്ടാ? എങ്ങോട്ടേക്ക്? ദാഹത്തേക്ക്. അളിയാ അത് വേണ്ടളിയാ. നീയേ ഒരു പെങ്കച്ചൊക്കെ ജീവിക്കല്ലേ, ഞാനൊക്കെ പാവും എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ശവത്തെ കുത്തലിയാ. കുത്തുവാടാ കുത്തും. നീ ശവത്തിലല്ലടാ എൻ്റെ നെഞ്ചത്തെ കുത്തിട്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. നീ കോമഡിയൊക്കെ മാറ്റി ഞാനകത്ത്. അളിയാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ നീ പോയപ്പം ഞാൻ റൂമിനെ സെറ്റാക്കിയിട്ടുണ്ട്. ഓഹോ, ഞാൻ ഇറങ്ങാൻ കാത്തിക്കായിരുന്നല്ലടാ പുതിയ ആളെ ഉണ്ടാക്കാനായിട്ട്. അല്ലടാ ഞാൻ ഒറ്റയ്ക്കവിടെ എൻ്റെ കൂടെ നിൽക്കാം, നീ വന്നാലും പറ. അളി എനിക്ക് അവിടെ പറ്റുമെന്ന് തോന്നല്ല, അവള് സൈക്കോയടാ. ഇന്നത്തെ പാല് പഞ്ചസാര ഇട്ടെന്നും പറഞ്ഞോണ്ടേ അവളെന്റെ കണ്ണക്കുട്ടിക്ക് ടോക്കി പൊട്ടിച്ച്. നിനക്ക് അത് തന്നെ വേണം. നന്നായി. അതെ ഞാൻ പറ്റത്തില്ല പറ്റത്തില്ല. ഓ ബേബി ദേ വരുന്നു. ആരത്? അതെന്തിനാ നീ അറിയുന്നേ? ഓഹോ, ബേബി ആയിരിക്കുമല്ലോ നിന്റെ പുതിയ റൂംമേറ്റ്. ആടാ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ ലിവിംഗ് റൂം. ഞാനും നോക്കട്ടാ. Hey man, please don't disturb us, okay? Go get out man, please. നീ എന്നെ വിളിക്കും. Hey baby, go man. ആരാ ഇത്? ഏതോ ഒരു തെണ്ടി. ഹലോ. ഹായ്. എങ്ങോട്ടാ? ഞാനെന്തോ അല്ലേ കണ്ണു പൊട്ടിയോ? പമ്മി പമ്മി വന്ന കാണാണ്ടിരിക്കാൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ. വലുത് കഴിച്ചോ? സമയം എന്തായെന്നറിയോ? സമയം നല്ല സമയമല്ല. വലുതുണ്ടാക്കാം, വാ. നമുക്കെന്തെങ്കിലും ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിച്ചാൽ പോരെ? തനിക്ക് ഈ മണി മാനേജ്മെന്റിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല അല്ലേ? സാരില്ല, പഠിപ്പിച്ചുതരാം. വാ, എന്തേലും ഉണ്ടാക്കാം. ഞാനെന്നാ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് വരണം. വരാം. സൂപ്പർ. ആ എത്തിയോ? അതെ, ഇവിടെ ഇവിടെ. ആ ഇതൊന്ന് ടേസ്റ്റ് നോക്കി പിടിക്കേ. സൂപ്പർ അല്ലേ? അല്ലേ? അതാണ് എല്ലാരും പറയാറുണ്ട്. ഇപ്പൊ വരാട്ടോ, ഒന്ന് നോക്കണേ. ഹലോ, അത് മുഴുവൻ തീർക്കല്ലേ, നമുക്ക് തടിക്കാൻ ടച്ചിങ്സ് വേണ്ടേ? ഇതെന്റെ ഫ്രണ്ട് പാരീസിൽ നിന്ന് കൊണ്ടുവന്ന സൂപ്പർ സാധനം, അതെടുത്തിട്ട് വാ. കൈമൽ മാഷിന്റെ മോനെല്ലാം പഠിച്ച് ഇത് ഫിക്സ് ചെയ്യാൻ മാത്രം പഠിച്ചില്ല. എന്റെ പ്ലേലിസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ശോകം. അയ്യോ കൊള്ളാം, അടിപൊളി, നല്ല വൈബ് ഉണ്ട്, നല്ല സോങ്. അല്ലെങ്കിൽ നിന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ചനെ. സെറ്റ്. നീ ഒരെണ്ണൂടെ ഒഴിച്ച മുത്തേ. ഓക്കെ, പക്ഷേ നീ എന്നെ അടുക്കളയിൽ വെച്ച് തല്ലിയത് അത്ര ശരിയല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്നെ അല്ല നിന്റെ തന്തേനെ വരെ ഞാൻ തല്ലും. എന്താ മോനെ ഇവിടെ ഇങ്ങനെ കറങ്ങണേ? സാറേ ഫുൾ മൂണ്ടേ അല്ലേ, അപ്പം മൂങ്കാണ് ഇറങ്ങിയതാ. അത് ശരി. എന്നിട്ട് കണ്ട? ഇല്ല സാറേ, ഹാഫ് മൂണായിരുന്നു. ഓ ഷൂ, നീ സ്റ്റേഷനിലോട്ട് വരുന്ന ഹണിമൂൺ കാണിക്കാം? ഇല്ല സാറേ, ഇല്ല സാറേ. പറടാ.
സാറേ ചിക്കനേക്കാണ് ഇറങ്ങിയതാ. എങ്ങനെ ചിക്കനേക്കാണ് ഇറങ്ങിയതാ. എന്നിട്ട് കണ്ട പറ്റിയില്ല. ഓ നാണാവില്ലടാ നിനക്ക് ഈ തന്ത വൈബ് വെച്ച് ചിക്കനെ കാണാൻ. സാർ അത്ര പ്രായത്തില്ല. മാറലാണ് സാർ മാറാ. നീ വീട്ടിൽ നിന്ന് ആരോ വരും പറഞ്ഞില്ലേ, അവര് വരട്ടെ, എന്നിട്ട് തന്നെ ഞാൻ വിടാം. സാർ എന്താടോ നല്ല മൂടല്ലേ? കൊള്ളാം. തന്നെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ഇല്ലേ, പറയട്ടെ? നല്ല മൂഡ്. അയ്യോ പറയണ്ട, എനിക്ക് കേൾക്കണ്ട. ഞാൻ വേണമെങ്കിൽ എൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി പറയട്ടെ. ഐ ഹാവ് നോ പ്രോബ്ലം. വേണ്ട സിദ്ധു, ഓക്കെ. നമ്മൾ തമ്മിൽ എന്തായാലും ഇനി ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകാൻ പോലില്ല. ഓ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണ്. ഓക്കെ. അലാറം. എടോ തന്റെ ഫോൺ അടിക്കുന്നു. എന്താടാ? എടാ ഞാനിവിടെ ലോക്കായി. സരിതാരോട് വാടാ. അയ്യോ ലൊക്ക് പോയി താക്കോല് പോയി കണ്ടുപിടിക്കണം പട്ടി. എടാ എടാ അങ്ങനെ പറയലടാ. നിന്നെ ഒരു റൂംമേറ്റില്ല ഒരുത്തി, അവളെ പോയി വിളിക്ക്. ഐ വോണ്ട് കം. വെച്ചിട്ട് പോ, അല്ലെ ഞാൻ കട്ടി. എടാ ആരാടാ? സോറി, പേഴ്സണൽ മാറ്റേഴ്സ്. നമ്മളെ പോലെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞേ. പറയണ്ട. ഓക്കെ. എടാ കോപ്പ ഞാൻ വരാ. ആ നീ ലൊക്കേഷൻ അയക്ക്. ലൊക്കേഷൻ വെച്ചാടാ, ഇപ്പൊ തന്നെ അയക്കാം. അതെ ഞാൻ പോവാ. എങ്ങോട്ടേക്കെന്ന് ചോദിക്കണ്ട, ഞാൻ പറയില്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് കമ്മിറ്റ്മെന്റ്സ്. ഓക്കെ. ഞാൻ പോട്ടെ. ഓക്കെ. എൻ്റെ ഫോൺ മൈ പേഴ്സണൽ പ്രോപ്പർട്ടി. ഓക്കെ. സ്റ്റോപ്പ്. സാറേ വരുന്നുണ്ട്. വരട്ടെ. പരാശത്തിന് ഞാൻ തന്നെ വേണ്ടി. നീ എന്നെ തക്കടുവല്ലേ? എങ്ങോട്ടാ? എങ്ങോട്ടൊക്കെയാന്ന് വെച്ചാൽ പോവാ. അയ്യോ അങ്ങനെ പോകാൻ പറ്റില്ല, ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നും പറയാൻ പറ്റുമല്ലോ. കേറ്. നീ അടിച്ചിട്ടുണ്ടോ? എനിക്ക് വയ്യ, അടിച്ചത് കൂടി പോയി. അയ്യോ ഇതാരാ? ഹലോ, ഞാൻ ടൗൺ SI അലക്സ് ചെറിയ. ശാലിനി അല്ലേ, സിദ്ധാർത്ഥിന്റെ വൈഫ്? ആരെന്റെ ഹസ്ബൻഡോ? ആരുടെ ഹസ്ബൻഡ്? എടോ ഞാൻ സിംഗിളാണോ, റെഡി ടു മിങ്കിൾ. ഓക്കെ ബൈ. ഏയ് ഭാര്യനല്ലേ? സാർ എൻ്റെ അല്ല, ഇവൻ്റെ. ഓ എത്ര അടിക്കണ്ടായിരുന്നു. അയ്യോ ഓ. അച്ഛൻ സുധാകരൻ. നീ 10 മിനിറ്റിനകം സരിതാ റോട്ടിൽ എത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ സുധാകരനെ വരെ ഞാനിവിടെ വരുത്തും. നീ വന്നിട്ട് അമ്മമാരെ ഇവിടെ നിന്ന് വിടൂ. അതിന്റെ ആവശ്യം എന്താ? ഞാൻ വരാം. അല്ല പിന്നെ ഒന്നും വേണ്ടായിരുന്നു. ഓ എടോ ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ആരും വരില്ല. നീ അമ്മമാരെ പിടിച്ച് വണ്ടിയിലിട്, നമുക്ക് വിടാം. ഓക്കെ. സാറേ വൈഫ് വന്നിട്ടുണ്ട്. അതെ, എൻ്റെ അല്ല, ഫ്രണ്ടിൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. അതിന് അല്ല സാറല്ലേ ഇവരെ കാണണമെന്ന് പറഞ്ഞേ. കണ്ട് എന്നെ കണ്ടിട്ടൊരു വശപ്പശക ഉണ്ടല്ലോ. മുതിക്ക്
പട്ടി. ഒന്നും രണ്ടും ഒന്നല്ല, ഇത് കുറെ തവണ ആയിട്ടാ. ആ എസ് ഒരു മണ്ടനായതുകൊണ്ട് ഇപ്പൊ എല്ലാവരും രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കണത്. പിന്നെ എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, ഞാനും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അത് ഓർത്ത് എല്ലാവർക്കും കൊള്ളാം. വണ്ടി നമുക്ക് നാളെ പോയിട്ട് എടുക്കാം. ശരി. എന്തേ ഇറങ്ങണില്ലേ? അന്ന് ഇറങ്ങ്. വല്ലാത്തൊരു പടലായി പോയല്ലേ തേമ. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് എടുത്തിയാടി മതിയായിരുന്നു. അപ്പോൾ താനിപ്പോൾ ഈ ബ്രേക്കപ്പ് ആയിട്ട് എത്ര നാളായി? 3 മാസം. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ദേഷ്യങ്ങളും ഒക്കെ തനിക്കുള്ളത്. പിന്നെ പീരീഡ്സ് ആയല്ലോ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പ്രത്യേകിച്ച് വേറൊന്നും തനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ എത്ര കാലമായെന്നറിയോ ഡോക്ടർക്ക്? ഇത് മാറില്ല. അതുകൊണ്ടല്ലേ ഞാൻ എന്തെങ്കിലും ഒരു മരുന്ന് തരുമെന്ന് ചോദിച്ചത്. പ്ലീസ്. എടോ, അങ്ങനെ മരുന്ന് കഴിച്ച് മാറാൻ മാത്രമുള്ള അസുഖങ്ങളൊന്നും തനിക്കില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ മരുന്ന് എഴുതാം. മരുന്ന് കഴിക്കാതിരിക്കാനാണ് പരമാവധി നോക്കണ്ടേ. മൈൻഡ് കൺട്രോൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തനിക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്ത് വരുന്നത് നന്നായിരിക്കും. അപ്പം താനൊന്ന് റിലാക്സ് ചെയ്ത് അടിപൊളിയായി തിരിച്ചു വരും. ഇനിയിപ്പോൾ പഴയ മെമ്മറീസ് അപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ബെസ്റ്റ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടർ. ഞാനൊരു ലിവിങ് ടുഗദറിലാ. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ താൻ ബ്രേക്കപ്പ് ആയിട്ട് എത്ര നാളായി? 3 മാസം. ഇതിപ്പോൾ കുറച്ച് ദിവസം. അപ്പോൾ മരുന്ന് വേണ്ടി വരും. ഓ, ഇവനായിരിക്കുമല്ലോ മറ്റേ ലവൻ. ഇതൊന്ന് പീറേജാണ്. ഇവൾക്ക് ഫീലാൻസിന്റെ കുപ്പി കച്ചവടമുണ്ടോ? ഇപ്പം അത് നല്ല പ്രശ്നമാണ് ഡോക്ടർ. എൻ്റെ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം കാരണം ഒരാൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലിവിങ് ടുഗദറിലാന്ന്. ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അവൻ എത്ര വിഷമിക്കുന്നതെന്നറിയോ? അതെനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ് ഡോക്ടർ. എടോ, ഇത് തനിക്ക് തോന്നുന്നതാണ്. തനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷം തൻ്റെ തോന്നലുകൾ മാത്രം. അതുകൊണ്ടാണ് തനിക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇനി ഞാനൊരു ടിപ്പ് പറയാം. ഒന്ന് നേരെ ഇരിക്കുക. ഓക്കെ. കണ്ണടച്ച് നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. റിലാക്സ്. ഓക്കെ. ഇതൊരു ടിപ്പായി മാത്രം കാണുക. തൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നുന്ന അവസരത്തിൽ മാത്രം യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം മരുന്ന് വേണ്ട? ഏയ്, മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹാപ്പി ആയിട്ട് വയ്ക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എത്ര ചേട്ടാ? 100. ഇത് 80 ഉള്ളൂ കിലോമീറ്ററിൽ. എൻ്റെ ഓട്ടോയ്ക്ക് ഇറങ്ങണമെങ്കിൽ 100 വേണം. കൊച്ചു വെറുതെ കണാകണം അറിയാതെ കാശ് എന്നിട്ട് പോകാൻ നോക്ക്. എത്രയെന്ന് പറഞ്ഞു?
നീ ക്രൂരയാണ്. നീ എന്നെ ചതിച്ചു. ഓടി. എന്നാലോ ഫുഡ് ഉണ്ടാക്കണം. ഞാനത് ഫിനിഷ് ചെയ്തിട്ട്. ഏയ് അതല്ല. പിന്നെന്ത്? റൂം ക്ലീൻ ചെയ്യണം. അതുമല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാ. എൻ്റെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. തനിക്ക് എന്നെ മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ തന്നെ ഞാൻ കുറേ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം സോറി. നല്ല സൂപ്പർ തായ് ബീഫ് സാലഡ് ഉണ്ടാക്കാൻ നോക്കണ്ട. ഞാനൊരു സെർലോയിൻ കൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈസ് 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 നമ്മുടെ ഹോം മെയ്ഡ് തായ്. അവിടെ തന്നെ ബാക്കിൽ ഒരു മൂഡ് കളയാനായിട്ട്. എടോ ഇതെവിടുന്നാ? ആ എനിറ്റാ. താനത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. മനസ്സിലായില്ലേ ഇങ്ങനെയും ഫുഡ് ഉണ്ടാക്കാം. വലിയേട്ടനിലാണ്ട് പേരൊരു പടവില്ലേ ചാനലില്. എടോ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക്സ്. കൊള്ളായിരുന്നല്ലേ? എന്നൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തേക്ക്. 5 സ്റ്റാർ റേറ്റിംഗോ? ആ എന്തിനാ? പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്ത ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തില്ലേ മോശമല്ലേ? താൻ ഫുഡ് ഓർഡർ ചെയ്തതാണോ? ആ നമ്മുടെ തങ്കഞ്ചേട്ടൻ്റെ തട്ടുകട പാലാരോട്ടും. എന്നാലും ഗ്യാസ് കയറി കാണിച്ചാൽ ഓ അതെ, നമുക്കൊന്ന് പുറത്തു പോവാം. പുറത്തു പോവാം. ഞാനെങ്കിലും ഇയാൾ വിട്ടു. വന്നാ വല്ല അൽഫാം മന്തി എന്തെങ്കിലും മേടിച്ചുതരാം. എന്നാ വാ പോവാം, ഞാൻ റെഡി. പോവാന്നോ? ഇതെന്ത് കോലം? പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ഇതിനെന്താ കുഴപ്പം? ഞാൻ ഷഡ്ഡിയൊക്കെ ഇട്ടുണ്ടല്ലോ. പറ്റില്ല, എൻ്റെ കൂടെ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരണം. ഞാൻ വെയിറ്റ് ചെയ്യാം, മാറ്റിയിട്ട് വാ.
അതെ, ഇങ്ങനെ നടന്നാൽ മതിയോ? നമുക്കൊരു മന്തിയൊക്കെ കഴിക്കണ്ടേ? കഴിക്കാടോ, തനിക്ക് അത്രയ്ക്ക് വിശക്കുണ്ടോ? വിശപ്പിൻ്റെ അല്ല, ഇവിടെ മൊത്തത്തിലൊരു മന്തി ഹോളിക് വെതറില്ലേ. പിന്നെ മന്തി കഴിക്കണമെന്ന് മനസ്സിലാഗ്രഹിച്ചിട്ട് അത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. കഴിക്കാം. എടോ, തനിക്ക് ലിവിങ് ടുഗദർ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, തനിക്ക് പറ്റില്ല എന്നാണെങ്കിൽ താൻ വേണമെങ്കിൽ പൊക്കോട്ടോ, എനിക്ക് കുഴപ്പമില്ല. ഒരു അവസരം കിട്ടി ഇപ്പോൾ ചാടും. എന്താ? അല്ല, അത് പയ്യെ പയ്യെ ശരിയാവുള്ളൂ എന്ന് പറയായിരുന്നു. ജീവിതം അങ്ങനെയാണല്ലോ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ്. തന്റെ ബ്രേക്കപ്പ് സ്റ്റോറി എന്ന് പറയുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതെന്താ? അല്ല, നമ്മൾ തമ്മിൽ നോ കമ്മിറ്റ്മെൻറ്റ്സ് എന്നല്ലേ പറഞ്ഞത്, അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതേ ഇയാൾ പറഞ്ഞ ഡയലോഗാ, എൻ്റെ ഡയലോഗല്ല. ഞാൻ പറഞ്ഞ ഡയലോഗിയാ, ഞാൻ അത് തിരിച്ചെടുത്തു. ഇനി പറയാൻ പറ്റുമോ? പറയാം, പക്ഷെ ഇയാളുടെ സ്റ്റോറി കൂടി പറയേണ്ടി വരും. ഓക്കെ. ഇത് ശരിക്കും വീട്ടുകാരായിട്ട് സെറ്റ് ചെയ്ത ബന്ധമായിരുന്നു. എൻ്റെ വിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാരൻസിനെക്കാളും നിർബന്ധം എൻ്റെ മാമാർക്കായിരുന്നു എന്നെ കെട്ടിക്കണം. ഓ, മറ്റേ ചായ സ്നാക്സ് പെണ്ണ് കാണൽ. ഏകദേശം അതുപോലെയൊക്കെ തന്നെ. എന്നിട്ടെന്ന് അവളുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഡെയിലി രാത്രി സംസാരിക്കുമായിരുന്നു. പയ്യെ പയ്യെ എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഓഡിറ്റോറിയം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കല്യാണം വിളിച്ച് അവസാനം കല്യാണത്തിന് 1 മാസം മുന്നേ അവൾ എന്നെ വിളിച്ചിട്ട് പറയും എന്നെ വേണ്ട. എന്താ? എനിക്ക് മെച്യൂരിറ്റി ഒന്നും ഇല്ലെന്ന് അവൾ പറയണം. തനിക്ക് തോന്നണ്ട എനിക്ക് മെച്യൂരിറ്റി ഇല്ല? കുറച്ച് എവിടെയോ ഒരു കുറവുണ്ട്. അല്ല, അങ്ങനെ ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ ഈ അവസാന നിമിഷമാണ് പറയണത്. മുന്നേ പറയായിരുന്നില്ലേ? ഇതിപ്പം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് ആകെ നാണക്കേടായി. താൻ ഈ നാട്ടുകാർ വീട്ടുകാരുടെ കാര്യം വിട്. തനിക്കൊന്ന് കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യായിരുന്നില്ലേ? എന്തിന്? പോയ കാമുകീനെയും വിട്ട കോട്ടുവായനെയും നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. അത് ചിലപ്പോൾ നമ്മൾ ഡിപ്രഷനിലോട്ട് എത്തി. അല്ല, ഇത്ര ആൾക്കാരെ വിളിച്ചു വരുത്തതല്ലേ, അപ്പൊ എങ്ങനെയാ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്? സത്യം പറഞ്ഞാൽ ഞാനൊന്നും ആലോചിക്കാൻ പോയില്ല, അതൊക്കെ പാരൻസ് ഡീൽ ചെയ്ത്. പിന്നെ സങ്കടം സഹിക്കാൻ വയ്യാതെ വന്നപ്പം ഞാൻ നൈസായിട്ട് സൂയിസൈഡ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ നൈസായിട്ട് പളിപ്പോയി. താനും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചോ? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോയി. അത് വല്ലാത്തൊരവസ്ഥയാണ് മോളെ, തനിക്കൊന്നും പറയാൻ മനസ്സിലാവില്ല. യൂട്യൂബ് ഇയാൾ ഹെൽമെറ്റ് വെച്ചല്ലേ? അയ്യോ സോറി. എന്നിട്ട് അയാളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാ? ആ, എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കണ്ടേ, അതാ നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത്. എടോ, ഞാനൊരു റിവെഞ്ച് പോലെ ഈ ലിവിങ് ടുഗദർ തുടങ്ങിയത്. പക്ഷെ ഇപ്പോ അത് കാരണം താനും വിഷമിക്കുക. എൻ്റെ ഒരു എടുത്തുചാട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു? ഞങ്ങളുടെ 2. ഓ, 2 വർഷം ഉണ്ട്. ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു വേക്കപ്പ് കോളാണെന്നല്ലേ ഏതൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. വേക്കപ്പ് കോൾ ആയാൽ മതിയായിരുന്നു. ആവും, നോക്കിക്കോ. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിലേ ഇനി ഇവിടെ മന്തി കിട്ടുമെന്ന് തോന്നുന്നു. അതെ, കൊച്ചിയിൽ ഈ സമയത്ത് കിട്ടാത്ത മന്തിയോ? താൻ എത്ര കാലമായി കൊച്ചിയിൽ വന്നിട്ടെന്നാ പറഞ്ഞ്? ഈ അടുത്ത ഫെബ്രുവരിയിൽ 2 വർഷം. സൂപ്പർ. ഇതാ കടയിൽ കിട്ടും. ഉറപ്പാണ്. നോക്കി നോക്കി. ഗുഡ് നൈറ്റ് സിദ്ധു. കുട്ടിട്ട് കിട്ടി, മന്തി കിട്ടി, സെറ്റ്. നീ ആരാടാ? അത് ശരി, എന്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് ഞാൻ ആരാന്നാ? നീ ആരാണ്? ഇത്
ശാലുവിന്റെ ഫ്ലാറ്റ് അല്ലേ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. പോയ ശാലു ബേബിക്ക് എന്നെ അറിയാന്ന്. ഫ്ലാറ്റ് ശാലുവിനെ പറയായിരിക്കും. വിളിക്കാൻ. എടാ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. നീ എന്താ ഇവിടെ? ദേ ശാലു. നീയല്ലേ പറഞ്ഞെ ഇവിടെ ശാലു ഇല്ലെന്ന്? ശാലു. ഇങ്ങോട്ട് വന്നേ. ശാലു നീ എന്താ ഇവിടെ? എന്തൊരു height ആ അത്. ഇവനാണ് മറ്റല്ലേ അവൻ? ശാലു, എനിക്കറിയാം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ നിനക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ബട്ട് ദ ട്രൂത്ത് ഈസ് യു ആർ മൈൻ ശാലു. എടോ ബേബി, ഐ ഡോണ്ട് കെയർ മൈ പാരൻസ് ശാലു നൗ. എൻ്റെ ഡാഡി, മമ്മി, ചെറിയമ്മ, വല്യമ്മ, കുഞ്ഞമ്മ, ഐ ഡോണ്ട് കെയർ. എനിക്ക് ആരെയും വേണ്ട. ശാലു, കം 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 കം, ലെറ്റ്സ് ഗോ ടു ചെന്നൈ. ലെറ്റ്സ് ഗോ ടു ചെന്നൈ. അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ, ഡയറക്റ്റ് പാരീസ്. ഞാനാകെ മാറിയിടോ, ഞാനാകെ മാറി. ബട്ട് ശാലു ബേബി, നിനക്കിത് എങ്ങനെ പറ്റിയൊരു പുതിയ റിലേഷൻ? ഞാൻ ടോക്സിക് ആയിരുന്നു അല്ലല്ലോ. നീ എന്തു ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു തന്നിട്ടില്ലേ? വള, മാല, കമ്മൽ, ചോക്ലേറ്റ്സ്. ഈ കമ്മൽ ഞാൻ വാങ്ങിച്ചതല്ല, വേറെ ആള്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തതല്ല. നീ എന്ത് കണ്ടിട്ടാ പുറത്ത് നിൽക്കുന്നവനെ പ്രേമിച്ച? ഓ, അവന്റെ ഹൈറ്റ്, ഹീസ് ടോളർ ദാൻ മീ, കോംപ്ലാന്റ് ബോയ്. ബട്ട് ശാലു, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടി. ഐ ലവ് യു സോ മച്ച് ശാലു ബേബി. I love you so much. I love you so much, Shalu, baby. Shalu. Shalu, come. Let's go to Paris. Come. Verily, Shalu. Para Shalu. ശാലു, ഇന്ന് രാത്രി 11:30 നിന്നെയും കാത്ത് ഞാനുണ്ടാവും ബസ്സിൽ. ഞാനെല്ലാം ഉപേക്ഷിച്ചു ശാലു, എല്ലാവരും ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി വരിക. 11:30 വരില്ലേ? വരും. ഐ മിസ് യു ശാലു, ഐ മിസ് യു. ഇവൻ ഉറങ്ങിയില്ലേ? ഫീലിംഗ് പുച്ഛം. തേണ്ടി എന്തായാലും പോയി ചോദിക്കണോ? വേണ്ട. ഒരു പഫ് വരുമോ? എടോ, ഞാനാകെ കൺഫ്യൂസ്ഡാ. എനിക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ
അത് താൻ മാത്രമല്ലേ ഉള്ളൂ. എന്നോട് എടോ, ഡേവിഡാ വന്നേക്കുന്നത്, മനസ്സിലായില്ലേ? എടാ, അവനാകെ മാറി. അവൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ ചെന്നൈക്ക് പോവാം, പിന്നെ ദുബായ്, പിന്നെ പാരീസ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഐ എം സോ കൺഫ്യൂസ്ഡ്. ഇതിലിപ്പോൾ എന്താ കൺഫ്യൂഷൻ? എടോ, എനിക്ക് അവൻ്റെ കൂടെ പോകണോ വേണ്ടതെന്ന് അറിയാത്ത ഐ എം സോ കൺഫ്യൂസ്ഡ്. ഇയാൾക്ക് എപ്പോഴും അയാളെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്താ പ്രശ്നം? അതല്ല ഇപ്പോൾ പ്രശ്നം. പിന്നെ ഞാൻ കാരണം തൻ്റെ ജീവിതം കൂടി സ്പോയിലാവുമല്ലേ? തൻ്റെ ഫ്രണ്ട്സ് എന്താ തന്നെക്കുറിച്ച് വിചാരിക്കുക? താൻ ഈ ബാക്കിയുള്ളൊരു കാര്യമൊക്കെ വിട്. ഇത് തൻ്റെ ലൈഫാണ്, ഡിസിഷൻ എടുക്കേണ്ടത് താനാണ്. പിന്നെ ഒരു മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞൊരു ബാക്കി. തനിക്ക് അയാളിപ്പോഴും ജെനുവിനായിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ താൻ പോകുന്നത് ഞാൻ പറയുള്ളൂ. നമ്മളോ സെറ്റായില്ല, താനെങ്കിലും പോയി സെറ്റാവണം. ഓക്കെ. എന്നൊന്ന് ബസ് സ്റ്റാൻഡിൽ വിടുമോ? ആകാം ആകാം. പോവാം. ഹെൽമെറ്റ് വെക്കണ്ടേ? ഹെറോ ബാഗ് ഞാൻ പിടിക്കണോ? ബസ് ഓൺ ടൈം ആയിരിക്കും അല്ലേ? എനിക്കൊരു സിഗ് തരുമോ?
പോലീസ് ഉണ്ടാവും ശ്രദ്ധിക്കണം. അതെ, എനിക്ക് തന്നെ ഇഷ്ടാ. സിദ്ധു, ഐ ലവ് യു സോ മച്ച്. ഞാനിത് കുറേ ആലോചിച്ചെടുത്ത തീരുമാനമാണ് സിദ്ധു. എനിക്കിത് എങ്ങനെ പറയണ്ടെന്നറിയില്ല. എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളായിരുന്നു സിദ്ധു. പക്ഷെ ഇന്ന് നീ എന്നോട് കാണിച്ച കുറച്ച് ഫീലിങ്സ് ഇല്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. അതുകൊണ്ടാ ഞാനത് വേണ്ട, താനൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡേവിഡ് വന്നപ്പോൾ എന്തിനാ നീ അവനെ തടഞ്ഞത്? ഞാനിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ നിന്റെ മുഖത്ത് ടെൻഷൻ ഞാൻ കണ്ടതാണല്ലോ. അതൊക്കെ എന്തിനാ പിന്നെ പറ. ഞാനൊരു കാര്യം പറയാം. ഇങ്ങോട്ടേക്ക് ഒന്നും ചോദിക്കാൻ നിൽക്കരുത്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. തൻ്റെ ലൈഫിൽ എന്താണ് ശരിയെന്ന് തോന്നണേ അത് താൻ ചെയ്തു. തൻ്റെ ലൈഫ് തന്നെ ഡിസിഷൻ. ഓക്കെ? ഉറപ്പാ? എന്നാ വാ പോവാം. നീയല്ലേ പറഞ്ഞ എൻ്റെ ലൈഫ് എൻ്റെ ഡിസിഷൻസ് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയോ? നിന്നെ. അപ്പൊ പോവാം, ബാ. ഓ ഡേവിഡ്, അവനോട് ഞാൻ പറഞ്ഞു ഇറങ്ങി വരാൻ. അവനവന്റെ ഇഷ്ടത്തിനല്ലേ ഇറങ്ങി വരണേ? ഓഫ് കോഴ്സ്. ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം വരുന്നില്ല എന്ന്. ഓക്കെ, ഒരു മിനിറ്റ്. ഇവളെന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ, ഞാൻ വരുന്നില്ല. താനല്ലേ പറഞ്ഞു 12 മണിക്ക് ഏതോ ബസ്സിൽ കയറി വരാൻ. ശാലു 11:30 ബസ്സോ? ഇതെന്തൊക്കെയാ പറയുന്നേ? ചെന്നൈ, ദുബായ്, പാരീസ് എന്നൊക്കെ പറഞ്ഞേ. ശാലു, നീ ഇത് ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? അത് വേറെ മൂഡ്, ഇത് ഡേവിഡിന്റെ വേറെ മൂഡ്. So Shalu, take care. See you. Ooh. Yes. ഇവരുടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കണം. എന്താ സ്റ്റെപ്പ് പറഞ്ഞു? എന്തോ എന്താ പരിപാടി? ഇനി ഒരു ചായ കുടിക്കാം. ഓക്കെ, ഹനുവിനെ ഇങ്ങനെ. അയ്യോ, ഓഹോ, ഫ്രീ. വാ പോവാം. എന്നാലേ എവിടെ കിടന്നിരുന്നത് നമ്മൾ രണ്ടുപേരും ഒന്നിക്കൊന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചു. സിദ്ധു, ഈ ചില പ്രണയങ്ങൾ പോകുമ്പോൾ ആ പ്രണയങ്ങളെ ഒന്നും തിരിച്ചു പിടിക്കാണ്ടിരിക്കണം നല്ലത്. കാരണം തിരിച്ചു പിടിച്ചാലും ആ പ്രശ്നങ്ങളൊന്നും എന്തായാലും പോകുന്നില്ലല്ലോ. എന്നാ അത് വിട്ടു കളഞ്ഞാലോ? അറ്റ്ലീസ്റ്റ് ആ മെമ്മറീസെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. ചില ബന്ധങ്ങൾ അങ്ങനെയാ, ഒന്നിക്കാണ്ടിരിക്കണം നല്ലത്.
അതാവുമ്പോൾ മെമ്മറീസെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. സമയം എന്തിന്? വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തേക്കണേ. ചായ ചായ ചായ